നമസ്കാരം. വിട്ടുമാറാത്ത തലവേദന, തലനീരിറക്കം, ഏതെങ്കിലും ഒരു ഓയിൽ തേച്ച് കഴിഞ്ഞാൽ പിന്നീട് തുമ്മലായി, ജലദോഷമായി, ഇടയ്ക്കിടയ്ക്ക് മൂക്കൊലിപ്പ്, കഫക്കെട്ട് അല്ലെങ്കിൽ ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്ന ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട്, പിടലി വേദന, കഴുത്ത് വേദന ഒക്കെ തന്നെ മാറാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളവർക്കൊക്കെയുള്ള ഇത്തരം തലനീരിറക്കം സംബന്ധിച്ച് വരുന്ന ഒരുപാടേറെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളും ബാധിക്കാറുണ്ട്. അതുപോലെ കണ്ണിന് ചുറ്റും അമിതമായിട്ടുള്ള വേദനയൊക്കെ അനുഭവിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാര മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു 4 ഓയിലുകളാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിൽ പോയി വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന 4 ഓയിലുകളാണ്. ഇതിൽ തന്നെ ആദ്യത്തേത് ഭുജഗലതാദി തൈലം എന്നുള്ളതാണ്. ഇത് വൈദ്യരത്നത്തിന് മാത്രമേ ഈ ഒരു തൈലം ഉള്ളൂ. ഇത് തന്നെ തലനീരിറക്കം അല്ലെങ്കിൽ നമുക്ക് തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പറ്റാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇങ്ങനെ കണ്ണിനൊക്കെ തന്നെ ഒരു വേദന അനുഭവപ്പെടുക, അല്ലെങ്കിൽ തലയിലൊക്കെ ഒരു ഭാരം എടുത്തു വെച്ചതുപോലെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരിക, അല്ലെങ്കിൽ പിടലി വേദന, കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന വേദന, ഇങ്ങനെയുള്ള പലതരം വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലായാലും ചില വേദനകൾക്കും നീർക്കെട്ടിനും ഒക്കെ തന്നെയും ഇത് ഉപയോഗിക്കപ്പെടാറുണ്ട്. ആർത്രൈറ്റിക് ഇഷ്യൂസോ സന്ധികളിൽ വരുന്ന ചില ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് ആയിട്ടാണ് നീരിറക്കം പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ളതാണ് ഭുജഗലതാദി ഓയിൽ എന്നുള്ളത്. ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് സാധാരണ തന്നെ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ഉപയോഗിച്ചിട്ട് തല വാഷ് ചെയ്ത് മുടി വാഷ് ചെയ്ത് കുളിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. വെറ്റില, ഇരട്ടി മധുരം, കുഷ്ഠം, രാമച്ചം തുടങ്ങിയിട്ടുള്ള ഒരുപാടേറെ ആയുർവേദ മരുന്നുകൾ കൂട്ടിച്ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഓയിലാണ്. അതുപോലെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ത്രിഫലാദി വെളിച്ചെണ്ണ എന്നുള്ളത്. ഇത് നിങ്ങളുടെ മുടി അറ്റം പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മുടി വല്ലാണ്ട് ഡ്രൈ ആയി പോകുന്നുണ്ട്, മുടി കൊഴിച്ചിൽ അധികമായിട്ടുണ്ട്, തലവേദന അധികമായിട്ട് കാണപ്പെടുന്നു, അല്ലെങ്കിൽ താരൻ്റെ പ്രശ്നങ്ങൾ കാരണം ഒത്തിരി മുടി കൊഴിച്ചിലും പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ്. മുടിക്ക് വരുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഈ ത്രിഫലാദി. തൈലം ഉണ്ട്, കേരമുണ്ട്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ബേസിലും ഉണ്ട്, തൈലം ബേസിൽ അല്ലെങ്കിൽ നല്ലെണ്ണ ബേസിൽ വരുന്നതുകൊണ്ട്. ഖാലിത്യം ചൈവ പാലിത്യം കേശാനാം ഭഞ്ചാനാം തഥാ എന്ന് പറയുന്നതിൽ ഭാലിത്യ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകുന്നതും അതുപോലെ മുടി നരയ്ക്കുന്നതുമായിട്ടുള്ള കേസിലും ഈ ത്രിഫലാദി വെളിച്ചെണ്ണ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. ശിരോവസ്തി, ശിരോധാര ചികിത്സയിൽ ഉപയോഗിക്കാം. നെല്ലിക്ക, കടുക്ക, താന്നിക്ക, ആവണക്കെണ്ണ, ചിറ്റമൃത്, കുറുന്തോട്ടി വേര്, അഞ്ജനം, ഒഴിഞ്ഞ, ഇങ്ങനെയുള്ള ഒരുപാടേറെ ആയുർവേദ മരുന്ന് കൂട്ടുകളും കൂടെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കഫക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മുടിയുടെ ആരോഗ്യം കുറഞ്ഞു വരുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് കഫദോഷം കൂടുതലായിട്ട് ഇതുപോലെയുള്ള തുമ്മലും ജലദോഷവും ബുദ്ധിമുട്ടുകളും നിരന്തരമായിട്ട് പിടികൂടിയിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ത്രിഫലാദി വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ത്രിഫലാദി തൈലം ഉപയോഗിക്കാം. തലവേദന, ജലദോഷം, ചെവി വേദന, മൂക്കൊലിപ്പ്, കഴുത്ത് വേദന, നീരിറക്കം, മുടി കൊഴിച്ചിൽ, അകാല നര, അതുപോലെ തന്നെ ഉറക്കക്കുറവ്, ഇതൊക്കെ തന്നെ നമുക്ക് ഇത്തരം തലക്കെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. തലക്കെണ്ണ എന്ന് വെച്ചാൽ നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് പറയുന്നത്. ഇങ്ങനെ തലക്കെണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നത് കൊണ്ടും ഈ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നത്തെ പാടെ മാറ്റി കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ തലയിൽ ഇങ്ങനെ തലക്കെണ്ണ വയ്ക്കുക എന്നുള്ളത് ആയുർവേദത്തിലൊരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പം ഇതിനെക്കുറിച്ച് പല വാദങ്ങളും ഉണ്ട്. മുടിക്ക് എണ്ണയുടെ ആവശ്യമില്ല എന്നുള്ളതൊക്കെ, അതൊക്കെ സൗകര്യം പോലെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യേണ്ടതില്ല. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആരോഗ്യമുള്ള മുടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ തലയ്ക്ക് വരുന്ന ഒരുപാടേറെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ തലയ്ക്ക് ചൂട് കൂടിയിട്ടുണ്ടാവുന്ന ഒരുപാടേറെ പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ ഒന്ന് അകറ്റാൻ ഇത്രയേറെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുമ്പോഴേ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള തർക്കത്തിലേക്കൊന്നും പോകണ്ട. ഇതുപോലെ നമ്മൾ തലയ്ക്ക് എണ്ണ വയ്ക്കുന്നത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പുരാതന കാലം മുതൽക്ക് തന്നെ പറഞ്ഞിട്ടുള്ള ഒരുപാടേറെ ഇൻഫർമേഷനാണ് ഇതൊക്കെ തന്നെ. പാരമ്പര്യമായിട്ട് മുടിയുള്ള ഒരാളാണെങ്കിലും അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു കെയർ കൊടുക്കാണ്ടിരുന്നാലും മുടി ഒരിക്കലും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊരു പാതി വഴിക്ക് വെച്ച് നമുക്കതിൻ്റെ ഗ്രോത്തിനെയും ഹെൽത്തിനെയും ഒക്കെ തന്നെ ബാധിക്കും. അപ്പോൾ അത് പലപ്പോഴും നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഓരോ വ്യക്തിക്കും ഓരോ ശരീരപ്രകൃതിയാണ്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഏത് ദോഷയാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ ഓയിലുകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വളരെയധികം ഇഫക്റ്റീവായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണം എന്നുള്ളത് നേരിട്ടൊരു ഡോക്ടർ
ഡോക്ടറിനെ, ആയുർവേദ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഓയിൽ നിർദ്ദേശിക്കും. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ ഒരു ഓയിലാണ് കയ്യോന്നിയാദി വെളിച്ചെണ്ണ എന്നുള്ളത്. കയ്യോന്നിയാദി പേര് പിടികിട്ടിയിട്ടുണ്ടാവും. അതെ, പല സ്ഥലങ്ങളിലും ഇതിനെ പ്രാദേശികമായിട്ട് കഞ്ഞുണ്ണി എന്നുള്ള പേരിലും കയ്യോന്നി, ഭൃംഗരാജ എന്ന് സംസ്കൃതത്തിൽ പറയും. ഇത് ഉപയോഗിച്ചിട്ട് മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാൻ സഹായിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാതെ വരുന്ന തലവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വളരെ നല്ലതാണ്. മുടി നല്ല കറുപ്പോടുകൂടി വളരാനും മുടിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് താരൻ വന്നിട്ടുള്ള പ്രശ്നങ്ങളോ മുടി അറ്റം പിളർന്നു പോകുന്ന പ്രശ്നങ്ങളോ ഡ്രൈ ആയി പോകുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും, കണ്ണിനൊക്കെ ഒരുപാട് സമയം നമ്മൾ ഫോണിലൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ തലയുടെ ആ ഭാഗത്ത് വല്ലാത്തൊരു വേദന ഉണ്ടാവും കണ്ണിൻ്റെ പുറകിലൊക്കെ ആയിട്ട്. ഈ വേദനയൊക്കെ കുറയ്ക്കാൻ ഇത് തേച്ച് കുളിക്കുന്നത്, തലയിൽ ഈ എണ്ണ തേച്ച് കുളിക്കുന്നത് നമ്മുടെ ശരീരത്തെ തന്നെ തണുപ്പിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഓയിലായതുകൊണ്ട് ഉറക്കക്കുറവും പ്രശ്നങ്ങളും ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റുള്ള ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലൊക്കെ ഒത്തിരി സമയം വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഉള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു പ്രശ്നം അധികമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത്തരം ആങ്ഷൈറ്റി മാറ്റി ഉറക്കക്കുറവിനെയൊക്കെ ഇല്ലാതാക്കാനും ഈ ഒരു എണ്ണ കൊണ്ട് മാത്രമായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ നീരിറക്കം, കഴുത്ത് വേദന, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കയ്യോന്നി വെളിച്ചെണ്ണ വളരെ നല്ലൊരു ഓപ്ഷനാണ്. നാലാമത്തേത് ഭൃംഗാമലകാദി വെളിച്ചെണ്ണയാണ്. ഇത് ഉപയോഗിക്കുന്നത് തലയ്ക്ക് ചൂട് അതുപോലെ വേദനയിൽ നിന്നൊക്കെ നമുക്ക് മുക്തി കിട്ടാൻ വളരെ നല്ലതാണ്. ഇത് അത്യധ്വാനം കൊണ്ടോ അല്ലെങ്കിൽ അധികം വായിച്ചത് കൊണ്ടോ ഒക്കെ തന്നെ വളരെയധികം ക്ഷീണം തോന്നിയിട്ടുള്ളവർക്ക്, തലയ്ക്ക് കുളിർമ വേണ്ടവർക്കും ഒക്കെ തന്നെ ഇത് തലയിൽ തേച്ചാൽ വളരെ സൗഖ്യമായിട്ടുള്ളതാണ്. കേൾവി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് വളരെ നല്ലതാണ്. തലമുടിക്ക് അതിലേറെ വിശേഷപ്പെട്ടതാണ്. ദന്തരോഗങ്ങളിൽ വളരെ മുഖ്യമായിട്ടുള്ളതും വിദ്യാർത്ഥികൾക്കും അധികം വായിക്കേണ്ടുന്ന അവസ്ഥയിലുള്ളവർക്കും ഒക്കെ തന്നെ കണ്ണിൻ്റെ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഇത് നിത്യേന ശീലിക്കേണ്ട വളരെ നല്ലൊരു ഔഷധ കൂട്ടുകൂടിയാണ്. അതുപോലെ പാട്ട് പാടുന്നവർക്കൊക്കെ സൗണ്ട് വളരെയധികം വിശേഷമാക്കി തീർക്കുന്ന ഒന്നാണ്. ഉറക്കമില്ലാത്തവർക്ക് നല്ല സുഖനിദ്ര ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഭൃംഗാമലകാദി ചെറുതും വലുതുമായിട്ടുള്ളതുണ്ട്. ഇത് രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ചെറുതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ലീഡിങ് ബ്രാൻഡുകൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വാങ്ങിക്കാം. ഇതിൽ ഭുജകലതാദി മാത്രമാണ് വൈദ്യരത്നത്തിന്, മറ്റെല്ലാം എല്ലാ കമ്പനികൾക്കും ഉണ്ട്. കോട്ടക്കലൊക്കെ തന്നെ ലഭ്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ചധികം വളരെ കുറഞ്ഞ 3-4 ഔഷധ കൂട്ടുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള നീരിറക്കം, ഉറക്കക്കുറവ് പ്രശ്നങ്ങൾ, തലവേദനയ്ക്ക് മാത്രമുള്ള ചില എളുപ്പത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, മുടിയുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കേശ സംരക്ഷണത്തിൽ വളരെ ഉതകുന്ന രീതിയിൽ മറ്റുള്ള കുറച്ച് ഓയിലുകൾ, തലയ്ക്ക് മുടിക്കൊക്കെ നേരത്തെ നര വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രൊപുണ്ടരിയാദി തൈലത്തെക്കുറിച്ചൊക്കെ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാടേറെ ഔഷധ കൂട്ടുകൾ നമുക്ക് ആയുർവേദത്തിൽ ലഭ്യമാണ്. ഇനി ഭൃംഗാമലകാദി തൈലം പലപ്പോഴും സൈനസൈറ്റിസും അതുപോലെ തലനീരിറക്കം ഉള്ളവരും അത്ര തന്നെ അഭികാമ്യമായിട്ടുള്ളതല്ല. ചൂടുകുരു, ഉറക്കക്കുറവ്, മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ആങ്ഷൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇങ്ങനെ നീരിറക്കം പ്രശ്നങ്ങളും സൈനസൈറ്റിസും ഒക്കെ ഉള്ളവർ നേരത്തെ പറഞ്ഞ 3 ഓപ്ഷനും, അതായത് ഭുജകലതാദിയും ത്രിഫലാദി വെളിച്ചെണ്ണയും അതല്ലെങ്കിൽ കയ്യോന്നിയാദി വെളിച്ചെണ്ണയും ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശിരോചർമ്മത്തിന് അത് സ്യൂട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു ഇൻഫർമേഷനാണ്. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.